ഇല്ല, അത് സംബന്ധിച്ച് ഞങ്ങൾ ജില്ലാ കമ്മിറ്റി ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അത് സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല. അത് സംബന്ധിച്ച് തീരുമാനിക്കും. പത്മകുമാർ വിഷയം സംസ്ഥാന നേതൃത്വമാണ് അത് സംബന്ധിച്ച് നിർദ്ദേശം നൽകേണ്ടത്. ആ നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ ഉടൻ അതിന് നടപടിയിലേക്ക് പോകും. പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നും തന്നെയില്ല. അത് സംബന്ധിച്ച് നമുക്ക് പോലീസിൻ്റെ നടപടിയെ സംബന്ധിച്ചിടത്തോളം ഒരു അറിയിപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് സംബന്ധിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഒരു അന്വേഷണം നടത്താം. ഇല്ല, ഒരു കാര്യം ഞാൻ പറയാം. ഈ പാരഡി സംബന്ധിച്ച് പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത് പാർട്ടിയല്ല. പാരഡി സംബന്ധിച്ച് പാർട്ടിയുടെ ഒരു നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. പാരഡി സംബന്ധിച്ച് പരാതി കൊടുത്തിരിക്കുന്നത് തിരുവാഭരണ സംരക്ഷണ സമിതി എന്ന സ്വതന്ത്ര സമിതിയാണ്. അത് പാർട്ടിക്ക് അതുമായിട്ട് ബന്ധമില്ല. അപ്പം നമ്മുടെ ഇന്നലെയൊക്കെ വാർത്ത ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ പാർട്ടി ഇടപെടുന്നു. പാർട്ടി അങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലും ഇടപെടുന്നൊരു പാർട്ടിയല്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതാണ് CPM, ഇടതുപക്ഷം. അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില വാർത്തകളാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. CPM അക്കാര്യത്തിൽ യാതൊരു ബന്ധവുമില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനൊപ്പമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് തിരുവാഭരണ സംരക്ഷണ സമിതി, ആ സമിതി കൊടുത്തൊരു പെറ്റീഷനാണ്. ആ പെറ്റീഷൻ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അയ്യപ്പനെ ഉപയോഗിച്ചു. അതാണ് അവരുടെ പെറ്റീഷൻ ഞാൻ മനസ്സിലാക്കുന്നത്. അത് നമ്മളുമായിട്ട് അതെ, നമുക്കതിനകത്ത് ബന്ധമില്ല. പാർട്ടി നിലപാട് സ്വീകരിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുമെന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ഞാൻ ആലോചിച്ചിട്ട് അറിയിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.